4-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വചനം. അപ്പോസ്തല പ്രവർത്തികൾ 4-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വചനം എടുത്തൊരാൾ. മറ്റൊരുത്തനും രക്ഷയില്ല. ചേർന്ന് പറയാം, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. ചേർന്ന് പറയാം, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട യേശു എന്നൊരു നാമമല്ലാതെ വേറൊരു നാമവും ഇല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പത്രോസ് അവിടെ കൂടി വന്ന ജനങ്ങളോട് വിളിച്ചു പറയാണ്, പുരോഹിതന്മാരുടെ മഹാപുരോഹിതന്മാരൊക്കെ വിളിച്ചു പറയണം, മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യ ഇടയിൽ നൽകപ്പെട്ട യേശു എന്നൊരു നാമമല്ലാതെ വേറൊരു നാമവും ഇല്ല. ഹല്ലേലൂയ. ഒന്ന് ചേർന്ന് ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം കരങ്ങൾ അടിച്ച ദൈവത്തെ സ്തുതിക്കുക. എല്ലാവരും സന്തോഷത്തോടെ ഇന്ന് പകൽക്കാലം ഈ വചനം നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പകൽക്കാലം വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് രക്ഷ വേണോ? യേശുവിനെ വിളിക്കണം. ഹല്ലേലൂയ. അടുത്ത കരം കൊടുത്ത് നിങ്ങൾക്ക് രക്ഷ വേണോ? യേശുവിനെ വിളിക്കണമെന്ന് പറഞ്ഞു. അടുത്ത കരം കൊടുത്ത് പറഞ്ഞു, നിങ്ങൾക്ക് രക്ഷ വേണോ? യേശുവിനെ വിളിക്കണം. നിങ്ങൾക്ക് രക്ഷപ്പെടണോ? യേശുവിനെ വിളിക്കണം. ഹല്ലേലൂയ. ഞാൻ പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ. പറ, യേശുവിനെ വിളിക്കണം, യേശുവിനെ വിളിക്കണം, യേശുവിനെ വിളിക്കണം. നിങ്ങൾക്ക് രക്ഷപ്പെടണോ? യേശുവിനെ വിളിക്കണം. ഹല്ലേലൂയ. നമുക്ക് യേശുവില്ലാതെ ഒന്നുമില്ല. ഹല്ലേലൂയ. യേശുവില്ലാതെ ഒന്നുമില്ല. യേശുവിനെ മാറ്റി നിർത്തി നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഞാൻ പറയും, മനുഷ്യർ നമ്മളെ പലപ്പോഴും എന്ത് ചെയ്യും? മാറ്റി നിർത്തും. മനുഷ്യരെന്ത് ചെയ്യും? നമ്മളെ മാറ്റി നിർത്തും. നമ്മളെ മോശം എന്ന് പറയും. പക്ഷെ ദൈവം ഒരിക്കലും നമ്മളെ മാറ്റി നിർത്തത്തില്ല. ഹല്ലേലൂയ. ദൈവം നീ മോശം എന്ന് പറയത്തില്ല. ഹല്ലേലൂയ. നിങ്ങളുടെ ഭാഗത്തൊരു തെറ്റ് കണ്ടാൽ പോലും ദൈവം അതിനെ ക്ഷമിച്ചിട്ട് ദൈവം നെഞ്ചോട് ചേർത്ത് പിടിക്കും. ഹല്ലേലൂയ. അതാണ് ദൈവത്തിന്റെ പദ്ധതി. ദൈവം നമ്മളെ ശിക്ഷിക്കുന്നവനല്ല, ദൈവം നമ്മളെ രക്ഷിക്കുന്നവൻ. മനസ്സിലായോ? ദൈവം നമ്മളെ രക്ഷിക്കുന്നവനാണ്, ശിക്ഷിക്കുന്നവനല്ല. മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ പറയുന്നത് മറ്റൊരുത്തരിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട യേശു എന്നൊരു നാമമല്ലാതെ വേറൊരു നാമമില്ല. അത് ഇതിവിടെ പറയുമ്പോ തന്നെ ഇവിടെ പറയുന്നത് മറ്റൊരുത്തരില്ല എന്ന് പറഞ്ഞാൽ വേറെ ആരൊക്കെ ഉണ്ട്. പക്ഷെ ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങൾ വേറെ ആരെ വിളിച്ചിട്ടും കാര്യമില്ല. രക്ഷ വേണമെങ്കിൽ ആരെ വിളിക്കണം? യേശുവിനെ വിളിക്കണം. നിങ്ങൾക്ക് രക്ഷപ്പെടണോ? ആരെ വിളിക്കണം? യേശുവിനെ വിളിക്കണം. ഹല്ലേലൂയ. നിങ്ങൾക്ക് രക്ഷപ്പെടണോ? രക്ഷപ്പെടണമെങ്കിൽ ആരെ വിളിക്കണം? യേശുവിനെ വിളിക്കണം. കാരണം യേശു മാത്രമാണ് ജീവിക്കുന്നത്. കഴിഞ്ഞ ഞാൻ പറഞ്ഞു. ഹല്ലേലൂയ. യേശു എന്ത് ചെയ്തു? മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ. യേശുവിന് അതുകൊണ്ട് നമ്മളെ രക്ഷിക്കാൻ പറ്റും. മരിച്ച് കല്ലറയോട് തീർന്നു പോയെങ്കിൽ നമ്മളെ രക്ഷിക്കാൻ പറ്റത്തില്ല. യേശു തീർന്നു പോയി. പക്ഷെ യേശു തീർന്നു പോയില്ല. അവൻ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് നമ്മോടൊപ്പം ഉണ്ട്. ആത്മാവായി ഇന്ന് പകൽക്കാലം യേശു നമ്മുടെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ. യേശു നമ്മളോട് കൂടെ ഉള്ളത് കൊണ്ടാണ് ഇന്ന് ഇവിടെ ഇങ്ങനെ ഒരു പ്രാർത്ഥന നടക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് ഇവിടെ ഒരു പ്രാർത്ഥന നടക്കുന്നത്. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, 2-3 പേർ ഏക മനസ്സോടെ എവിടെ കൂടുന്നോ ഞാൻ അവരുടെ നടുവിൽ ഉണ്ട്. ഇന്ന് പകൽക്കാലം യേശു ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. യേശു നമ്മുടെ നടുവിൽ ഉണ്ട്. ഇന്ന് പകൽക്കാലം യേശു നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. ചിലർ പറയോ, എനിക്ക് ഒരു രക്ഷയില്ല, നാളെ ഞാൻ എന്ത് ചെയ്യും? അല്ലേ പറഞ്ഞില്ല, അയ്യോ എനിക്ക് ഇന്ന് നാളത്തെ കാര്യം എന്ത് ചെയ്യാൻ, എന്നെക്കൊണ്ട് ഒരു രക്ഷയില്ല. ഹല്ലേലൂയ. എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പലരും പറയും. പക്ഷെ ഞാൻ പറയാം, നിങ്ങളുടെ കയ്യിൽ 1 രൂപ ഇല്ലെങ്കിലും മുട്ടുമേ നിൽക്കാൻ നീ തയ്യാറായാൽ നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് അത്ഭുതങ്ങൾ ചെയ്യുന്ന ഒരു ദൈവം ഉണ്ട് ഇവിടെ. ഹല്ലേലൂയ. ഞാൻ പറയാം, നമ്മൾ മിണ്ടാതിരുന്നാ മതി. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഇറങ്ങി വന്ന് അത്ഭുതങ്ങൾ ചെയ്യും. ഹല്ലേലൂയ. നിങ്ങൾ മുട്ടുമേ നിൽക്കുന്നവരാണോ, പ്രാർത്ഥിക്കുന്ന
പ്രാർത്ഥിക്കുന്നവരാണോ നിങ്ങളെ ദൈവം കൈവിടത്തില്ല. പറ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരായതുകൊണ്ട് ദൈവം നിങ്ങളെ കൈവിടത്തില്ല. നിങ്ങളുടെ ഒരു കാര്യവും മുടങ്ങത്തില്ല. ദൈവം എല്ലാം ഭംഗിയായിട്ട് നടത്തും. ഹല്ലേലൂയ. ഞാൻ പറയാം, ദൈവം എല്ലാം ഭംഗിയായിട്ട് നടത്തും. ദൈവത്തിന്റെ ഭയങ്കര മഹത്വത്തോടെ വ്യാപരിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ ഒരു കാര്യവും മുടക്കത്തില്ല. പറ, മുടക്കത്തില്ല. മുടക്കത്തില്ല. ചിലപ്പോ കയ്യിൽ ഒരു രൂപ പോലും കാണത്തില്ല. ഹല്ലേലൂയ. ദൈവം എന്ത് ചെയ്യും? ഭംഗിയായിട്ട് നടത്തും. കഴിഞ്ഞ ആഴ്ച പുഷ്പലാൻഡി പറഞ്ഞൊരു കാര്യമാണ്. കഴിഞ്ഞ ആഴ്ച ഒരു ദിവസം കഞ്ഞിയൊന്നും വെച്ചില്ല, അല്ലെ, ചോറൊന്നും വെച്ചില്ല. ഹല്ലേലൂയ. ചോറൊന്നും വെച്ചില്ല. ഹല്ലേലൂയ. അവര് വളരെ ഭാരപ്പെട്ടു. ഹല്ലേലൂയ. പക്ഷെ ഉച്ചയ്ക്ക് എന്ത് ചെയ്തു? മോനെ നല്ല ഓട്ടം ഓടാൻ പോയി. അവന് 1500 കിട്ടി. ഹല്ലേലൂയ. കൊണ്ടുവന്ന് അവർ കഞ്ഞിയൊക്കെ വെച്ച് സുഖാറ്റി കഴിച്ചു. അന്ന് സമൃദ്ധിയായിരുന്നു. ഹല്ലേലൂയ. ഞാൻ പറയാം, ഉച്ച വരെ അവർ വേദനയോടെ ആയിരുന്നു. ഒരു തുള്ളി അരിയില്ല കഞ്ഞി വെക്കാൻ. ഹല്ലേലൂയ. പക്ഷെ ദൈവം മോനിലൂടെ ഒരു വഴി തുറന്നു. ഹല്ലേലൂയ. ദൈവം അവരെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. ഇതേപോലെ ഞാൻ പറയാം, ദൈവം നിങ്ങളെ കൈവിടത്തില്ല. നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവം മുടക്കത്തില്ല. ദൈവത്തിന്റെ വചനം പറയുന്ന, സിംഹക്കുട്ടികൾ പട്ടിണി കിടന്നാല് ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്ക് മുടക്കം വരത്തില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ ആവശ്യങ്ങൾ മുടങ്ങത്തില്ല, നിങ്ങളുടെ ആഗ്രഹങ്ങൾ മുടങ്ങത്തില്ല. ദൈവത്തിന്റെ വചനം പറയുന്നത്, നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ ഞാൻ നിനക്ക് തരും, നിന്റെ താല്പര്യമൊക്കെ നിവർത്തിച്ചു തരും. നിങ്ങളുടെ ആഗ്രഹങ്ങളെ ദൈവം സാധിപ്പിച്ചു തരും. അടുത്ത് കണ്ട് കരം കൊടുത്തു പറയാം, നിങ്ങളുടെ ആഗ്രഹങ്ങളെ ദൈവം സാധിപ്പിച്ചു തരും. ഹല്ലേലൂയ. ഞാൻ പറയുന്നതെന്ന് പറയുമ്പോ ഞാൻ നിങ്ങൾ പറയാൻ, നിങ്ങളുടെ ഉള്ളിലിത് കേറണം. ഹല്ലേലൂയ. അല്ല, നമ്മള് ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ ഒന്ന് കളയരുത്. ഹല്ലേലൂയ. നമ്മൾ എന്ത് ചെയ്യണം? നമ്മള് ഈ വചനങ്ങളെല്ലാം ഉള്ളിൽ കയറണം. വചനം ഉള്ളിൽ കയറിയാലേ ഇത് നടക്കത്തുള്ളൂ. ആഹാരം കഴിച്ചാലേ എണീറ്റ് നിൽക്കാൻ പറ്റത്തുള്ളൂ, അല്ലേ? നമ്മൾ ആഹാരം കഴിക്കാതെ എണീറ്റ് നിൽക്കാൻ പറ്റുമോ? ആരില്ല. ഫ്രണ്ടില് ചിക്കൻ ബിരിയാണി ഇരിക്കുകയാണ്, ഫ്രണ്ടിൽ വെച്ചിരിക്കുകയാണ്. നമുക്ക് അതിനൊരു ആരോഗ്യം കിട്ടുമോ? കിട്ടത്തില്ല. അതിനെടുത്ത് കഴിച്ചാലേ ആരിത് എവിടെ പോണം? ഉള്ളിൽ പോണം. ഉള്ളിൽ പോയാലേ ആരോഗ്യം കിട്ടത്തുള്ളൂ. ഇനി ഇവിടെ ചിക്കനും ബീഫും മട്ടനും ഇവിടെ ഒരു കലം നിറച്ചു കൊണ്ട് വെച്ചാലും ഒരു കാര്യമില്ല. കഴിച്ചെങ്കിലേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ. ഹല്ലേലൂയ. ഇത് ഉള്ളിൽ കയറിയാലേ ആരോഗ്യം കിട്ടുന്നുള്ളൂ. ഇതേപോലെ തന്നെ നമ്മുടെ അകത്തെ നമുക്ക് വേറൊരു മനുഷ്യൻ കൂടെ ഉണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. അകത്തെ മനുഷ്യൻ പുഷ്ടിപ്പെടണമെങ്കിൽ ദൈവത്തിന്റെ വചനങ്ങൾ എന്ത് ചെയ്യണം? നമ്മുടെ ഉള്ളിൽ കയറണം. ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിൽ കയറിയാലേ വിടുതലായി വെളിപ്പെടുത്തും. അല്ല, ഇന്ന് ഞാനുള്ള പകൽക്കാലം 24 മണിക്കൂറും ഹോരഹോരം പ്രസംഗിച്ചിട്ട് ഒരു കാര്യമില്ല. ഈ വചന ഉള്ളിൽ കയറിയാലേ നിങ്ങൾക്ക് രക്ഷ നിങ്ങളുടെ മേൽ വെളിപ്പെടുത്തും. നിങ്ങളുടെ മേൽ അനുഗ്രഹം വെളിപ്പെടുമ്പോ വചന ഉള്ളിൽ കയറണം. ഹല്ലേലൂയ. വചന ഉള്ളിൽ കയറിയില്ലെങ്കിൽ ഇത് അനുഗ്രഹമായി വെളിപ്പെടുത്തില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, ഇതേ വചനം പറയുന്നു, മറ്റൊരുത്തരും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ. കണ്ട, നമ്മൾ രക്ഷിക്കപ്പെടണമെങ്കിൽ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട യേശു എന്നൊരു നാമമല്ലാതെ വേറൊരു നാമമില്ല. മനസ്സിലായോ? നമ്മൾ വേറെ ആരെയും വിളിച്ചിട്ട് ഒരു കാര്യമില്ല. വേറെ ആരെയും വിളിച്ചിട്ട് കാര്യമില്ല. ഹല്ലേലൂയ. കാരണം ഒന്നേ ഉള്ളൂ, നമ്മുടെ യേശു മാത്രമാണ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് ജീവിക്കുന്നത്. അതെ, മരിച്ചുപോയ ഒരാളോട് എന്തെങ്കിലും പോയി പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഹല്ലേലൂയ. മരിച്ചുപോയ ഒരാളോട് എന്തെങ്കിലും പോയി പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? കുറച്ച് അന്ധവിശ്വാസം തുറന്ന് വിചാരിക്കരുത്. അന്ധവിശ്വാസം കൂടുതലുള്ള ഏരിയയാണ് ഈ ഏരിയ എന്നൊക്കെ പറയുന്നത്. ഹല്ലേലൂയ. അന്ധവിശ്വാസം അല്പം കൂടുതലുള്ള ഏരിയയാണ്. ഞങ്ങൾ ഹിന്ദുക്കളെ കൂടെ നിറഞ്ഞ ഏരിയ പോലും ഇത്ര മാത്രം അന്ധവിശ്വാസം ഇല്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ പറയാം, നമ്മൾ എന്ത് ചെയ്യും? ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ചടങ്ങുകളും ചെലവുകളും, അത് പിന്നെ അടുത്ത വർഷം വീണ്ടും അതാണ്, അങ്ങനെയൊക്കെ പറയുന്നത് ആത്മാക്കൾ നമ്മളെ സംരക്ഷണം ചെയ്യുന്നു. മരിച്ച ആത്മാക്കൾ അങ്ങനെ ഒന്നും നടക്കത്തില്ല. ഹല്ലേലൂയ. ബൈബിള് പറയുന്നു, ഒരാൾ മരിച്ചാൽ എവിടെ പോകും? ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന മക്കൾ സ്വർഗത്തിൽ പോകും. കള്ളക്കുടിത്തിൽ പാപത്തിൽ ജീവിക്കുന്നവർ നരകത്തിൽ. അല്ല, ഇവിടെ കിടന്നൊന്നും കറങ്ങാൻ പറ്റത്തില്ല. പറ, കറങ്ങാൻ പറ്റത്തില്ല. കറങ്ങാൻ പറ്റുമായിരുന്നെങ്കിൽ
ഇപ്പൊ ഞാൻ ഒരാളെ വെട്ടിക്കൊന്നെന്ന് വിചാരിക്കും, അയാള് മരിച്ചു, അയാൾ ഇവിടെ കറങ്ങാൻ പറ്റിയെങ്കിൽ അദ്ദേഹം വന്ന് എന്ത് ചെയ്യും? എന്നെ കൊല്ലും. അദ്ദേഹം തിരിച്ചു തന്നെ ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ എന്നെ കൊല്ലുമായിരുന്നു. ഹല്ലേലൂയ. അപ്പോ നമ്മളെ വേറെ ആരെയും നമ്മളെ രക്ഷിക്കത്തില്ല, വേറെ ആർക്കും നമ്മളെ രക്ഷിക്കാൻ പറ്റത്തില്ല. ഇടയ്ക്ക് ഒരാൾ കേട്ടിട്ട്, അയ്യോ അവരെ പപ്പയാരോ മരിച്ചു. ഹല്ലേലൂയ. അപ്പോഴവർ പറഞ്ഞത്, എന്റെ മോന് വലിയൊരു ആക്സിഡന്റ് അപ്പൊ വരാണ്ടായിരുന്നു, പക്ഷെ എന്റെ പപ്പയുടെ ആത്മാവ് എന്ത് ചെയ്തു? അവരെ സഹായിച്ചു. ഹല്ലേലൂയ. അതുകൊണ്ട് വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. അങ്ങനെ സംഭവമില്ല. ഹല്ലേലൂയ. മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ ഒരേ ഒരു ദൈവം ആര് മാത്രമാണ്? യേശു മാത്രമാണ്. മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ ദൈവം യേശു മാത്രമാണ്. നമ്മുടെ ദൈവത്തിന് മാത്രമേ നമ്മെ സഹായിക്കാൻ പറ്റുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ പലപ്പോഴും ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ആർക്ക് കൊടുക്കാറില്ല? ദൈവത്തിന് കൊടുക്കാറില്ല. പിന്നെ വേറെ അവർക്ക് കൊടുക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ പറയാം, നമ്മളെ സഹായിക്കാൻ പറ്റുന്ന ഒരേ ഒരു ദൈവമുള്ളൂ, സ്വർഗത്തിലെ നമ്മുടെ അപ്പൻ. യേശുവിന് മാത്രമേ നമ്മളെ സഹായിക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു? ദൈവത്തിന്റെ ഒരു അനുഗ്രഹം നമ്മുടെ മേൽ വെളിപ്പെടുമ്പോൾ നമ്മൾ പറയും, അയ്യോ ഞാൻ അവിടെ പോയതാണ് കിട്ടിയത്, ഇവിടെ പോയത് ഇവിടെയാണ് കിട്ടിയത്. ഞാൻ കഴിഞ്ഞ ആഴ്ച പ്രസംഗിച്ചതാണ്. പത്രോസ് പറയാണ്, ഞാൻ കാരണം നല്ല ഈ മനുഷ്യൻ സൗഖ്യമായത്. പിന്നെ ആര് സൗഖ്യമാക്കി? യേശു. യേശുവിന്റെ ശേഷം അടുത്ത സ്ഥാനം കൊടുത്ത, യേശുവിന് ശേഷം സഭയുടെ തലവനായ പത്രോസ് പറയുകയാണ്, ഞാൻ പ്രാർത്ഥനയല്ല മുടക്കം നടന്നത്, പിന്നെയോ യേശു സൗഖ്യം. പത്രോസ് വേണമെങ്കിൽ പറയാം, ഞാൻ പ്രാവശ്യപ്പോ സൗഖ്യം. ഞാൻ പറയാം, ഇന്ന് ഇവിടെ എന്തെങ്കിലും നടന്നാൽ പോലും എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റും. നമ്മള് ദൈവത്തിന് പകരക്കാരായി. ദൈവത്തിന് ഒരാളെ വേണം. ഈ ദേശത്ത് ദൈവത്തിന്റെ വചനം പ്രസംഗിക്കാൻ ഇങ്ങനെ ഒരു മീറ്റിംഗ് നടത്താൻ ദൈവത്തിന് ഒരാളെ വേണം. അതുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഹല്ലേലൂയ. പക്ഷെ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ആരാണ്? മാസം ഒരു 8,000 വാടക കൊടുക്കും. എല്ലാം നടക്കുമോ? ഞാൻ വിചാരിച്ച കൊടുക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. കൊടുക്കാൻ പറ്റൂല. ദൈവം നടത്തുന്നത് കൊണ്ടാണ് ഓരോ മാസം പോലും മുടങ്ങാതെ. നിങ്ങൾക്കറിയാം ഇവിടെ എത്ര വരുമാനമുണ്ട്, എത്ര കാണിക്കണമെന്നില്ല നിങ്ങൾക്കറിയാം, നന്നായിട്ട് അറിയാം. പക്ഷെ മാസം 8,000 വരുമാനം ഉണ്ടെങ്കിലേ കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ എൻ്റെ ഒരു ആരാണിത് നടത്തുന്നത്? ദൈവമാണ്. ദൈവമാണ് ഓരോ വഴികളെ തുറന്ന്, ദൈവമാണ് ഓരോ ദിവസവും നടത്തുന്നത്. മനസ്സിലായോ? ഹല്ലേലൂയ. ഇന്ന് പത്രത്തിൽ ഞാൻ നിങ്ങളോട് പറയാം, ഈ വലിയ ഹാള് ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. ഈ വലിയ ഹാളിന്റെ അകത്ത് ദൈവം ധാരാളം ആൾക്കാരെ കൊണ്ടുവരും. പക്ഷെ ഞാൻ പറയും, ഈ ഹാള് ദൈവം തന്നത് തന്നെ ദൈവത്തിന്റെ കൃപയാണ്. ഹല്ലേലൂയ. എല്ലാവരും നിർത്തിയിട്ട് പോയെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടൊക്കെ നടക്കുകയാണ്. പക്ഷേ നമ്മൾ ആരും ഒരു ദിവസം പോലും മുടക്കമില്ലാതെ എല്ലാ ഞാനും മുതൽ ഇങ്ങനെ ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, പലരും പറയുന്നു ഇപ്പൊ പ്രാർത്ഥന ഇല്ല, നിർത്തിപ്പോയി എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ടെങ്കിൽ ദൈവമാണ് എന്നോട് നിർത്തിയിരിക്കുന്നത്. ഈ ആരാധന തന്ന ദൈവമാണ്, ഈ ഓഡിറ്റോറിയം തന്നത് ദൈവമാണ്, ഈ പ്രാർത്ഥന നടത്തുന്നത് ഞാനല്ല, എന്റെ ദൈവമാണ്. ഇന്ന് പകൽക്കാലം സകല മാനവമകത്തിന്റെ ദൈവത്തിന് കൊടുക്കുക. ഹല്ലേലൂയ. മാനുഷികമായി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, നടത്താൻ പറ്റത്തില്ല. പക്ഷെ ദൈവമാണ് എന്ത് ചെയ്യുന്നത്? നടത്തുന്നത്. അതുപോലെ ഞാൻ പറയാം, നമ്മളെ രക്ഷിക്കാൻ ദൈവത്തെ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ. അവിടെ വ്യക്തമായിട്ട് വേറെ ഒരുത്തനും രക്ഷയില്ല. വേറെ ഒരുത്തനും, ബൈബിൾ അങ്ങനെ വേറെ ഒരുത്തനും രക്ഷയില്ല. നിങ്ങളെ രക്ഷിക്കാൻ വേറെ ആരെ കൊണ്ടും പറ്റത്തില്ല. വേറെ ആരെ കൊണ്ടും പറ്റത്തില്ല. പത്രോസ് പോലും പറയുന്നത് എന്നെ കൊണ്ട് അല്ല കഴിയത്തില്ല. പക്ഷെ ഇത് ചെയ്തത് ആരാണ്? എന്റെ യേശുവാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം തിരിച്ചറിയണം, നിങ്ങൾക്ക് രക്ഷപ്പെടണോ? യേശുവിനെ വിളിക്കണം. രക്ഷപ്പെടണമെങ്കിൽ ആരെ വിളിക്കണം? യേശുവിനെ വിളിക്കണം. യേശുവിനെ വിളിച്ചാലേ നിങ്ങൾക്ക് രക്ഷ കിട്ടത്തുള്ളൂ. വേറെ ആരെ വിളിച്ച് സമയം വേസ്റ്റ് ആക്കല്ലേ. വേറെ ആരോട് പ്രാർത്ഥന കാര്യമില്ല. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾക്ക് അനുഗ്രഹം വേണോ? നിങ്ങൾ രക്ഷപ്പെടണോ? യേശുവേ. ഹല്ലേലൂയ. വാതിൽ തുറന്ന് എന്ത് ചെയ്യണം?
യേശുവേ എന്ന് വിളിക്കണം. ഒരു പ്രശ്നം വരുമ്പോൾ മിണ്ടാതെ പോയി ഇരിക്കാതെ വായ തുറന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം. യേശുവേ എനിക്ക് വേണ്ടി നീ ഇറങ്ങണമേ, എനിക്ക് വേണ്ടി നീ അത്ഭുതം ചെയ്യണമേ, യേശുവേ എന്നെ രക്ഷിക്കണമേ, യേശുവേ എന്നെ അനുഗ്രഹിക്കണമേ, യേശുവേ എന്റെ പ്രശ്നത്തെ മാറ്റി തരണേ, യേശുവിന്റെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളെ മാറ്റണമേ, യേശുവിന്റെ കഷ്ടത്തിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി നോക്കിക്കേ, ദൈവത്തിന്റെ അത്ഭുതം നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് നിങ്ങൾ കാണും. ഹല്ലേലൂയ. ഞാൻ പറയാം, ഇന്നത്തെ അവസ്ഥകളെല്ലാം മാറും. വലിയ രക്ഷ നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് വെളിപ്പെടാം. ഹല്ലേലൂയ. നമ്മൾ കുറച്ചുപേരേ ഉള്ളൂ, പക്ഷെ ഞാൻ നിങ്ങളോട് പറയാം, നമ്മുടെ വീട്ടിന്റെ അകത്ത് വലിയ രക്ഷ, വലിയ രക്ഷ, വലിയ രക്ഷ, വലിയ രക്ഷ നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. ഞാൻ പറയും, ഇന്ന് നമുക്ക് ഇവിടെ ജീവനോടെ സന്തോഷത്തോടെ ഇവിടെ ഇരിക്കാൻ പറ്റി. ഇതാണ് ദൈവത്തിന് വലിയ കൃപ. നമുക്ക് രോഗങ്ങളുടെ ശരീരം ദൈവം തന്നോ, എഴുതി നടക്കാൻ പറ്റിയോ? അല്ലേ അമ്മ? ഹല്ലേലൂയ. നമുക്കിവിടെ എഴുന്നേറ്റ് നടക്കാൻ നേരത്തെ വരുമോ? രണ്ടുപേരും ഹല്ലേലൂയ. ഭാര്യ ഭർത്താവായിട്ട് നേരത്തെ വരും, ഒരാഴ്ച മടങ്ങത്തില്ല. ഹല്ലേലൂയ. എല്ലാവരും നേരത്തെ വരും. ഹല്ലേലൂയ. ഞാൻ പറയാം, എവരെപ്പോ പ്രായത്തിലുള്ളവരെല്ലാരും 90% പേരും പോയി ഇല്ല, ഭൂമിയിൽ ഇല്ല. പക്ഷെ അവരെ രണ്ടുപേരും ദൈവം കൊണ്ടുവരുന്ന ഒരു കാരണം ഒന്നേ ഉള്ളൂ, അവർ ദൈവത്തെ വിളിക്കുന്നു. ഭാര്യ ഭർത്താവ് ഒരുമിച്ചാണ് പ്രാർത്ഥനയ്ക്ക് വരുന്നത്, ഒരുമിച്ചാണ് ദൈവത്തെ ആരാധിക്കുന്നത്. ഇത് ദൈവം കണ്ടോണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവം അവരെ കൈവിടത്തില്ല, ദൈവം അവരെ കൈവിടത്തില്ല, ഒരു ബുദ്ധിമുട്ടും കൂടാതെ. ഹല്ലേലൂയ. ദൈവം അവരെ നടത്തുകയാണ്. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് 45, 50, 55 വയസ്സുള്ള ആൾക്കാർ ഡെയിലി മരിച്ചുകൊണ്ടിരിക്കുമ്പോ, ഹല്ലേലൂയ, നമുക്ക് എത്ര വയസ്സായി? 68 വയസ്സ്. അപ്പൊ പറയും 70 കൂടെ. എന്നിട്ട് അവർക്ക് ഒരു ദോഷമില്ലാതെ നല്ല പയർ പോലെ എത്തിയുന്നു. അവർ ഓടി വരുന്നു, ദൈവത്തെ ആരാധിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് മക്കൾക്കാണ് ദൈവത്തിന്റെ വചനം പറയുന്നു, എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും. ഹല്ലേലൂയ. എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും. നിങ്ങൾ വയസ്സായാൽ ഞാൻ നിങ്ങളെ ചുമക്കും. അതാണ് ദൈവത്തിന്റെ വചനം. ഹല്ലേലൂയ. നിങ്ങൾ വയസ്സാകുമ്പോൾ ദൈവം നിങ്ങളെ എടുത്തോളൂ. കാരണം നിങ്ങൾക്ക് ആരോഗ്യമുള്ളപ്പോൾ നിങ്ങൾ ദൈവത്തിന് വേണ്ടി നടന്നത് കൊണ്ട്, ഓടിയത് കൊണ്ട്, നിങ്ങൾക്ക് വയസ്സാകുമ്പോൾ ദൈവം നിങ്ങളെ എടുത്തോണ്ട് നടക്കും. മനസ്സിലാകുന്നു? ചില ആരോഗ്യമുള്ളപ്പോൾ ദൈവത്തിന് വേണ്ടി ഓടാത്തത് കൊണ്ടാണ് ദൈവം വയസ്സാകുമ്പോൾ എന്ത് ചെയ്യാത്തെ തിരിഞ്ഞു വെക്കുന്നത്. പക്ഷെ നിങ്ങൾ ആരോഗ്യമുള്ളപ്പോൾ ദൈവത്തിന് വേണ്ടി ഓടുന്നത് കൊണ്ട്, ദൈവത്തെ ആരാധിക്കുന്നതുകൊണ്ട്, വയസ്സാകുമ്പോൾ ദൈവം നിങ്ങളെ എടുത്തോട് നടക്കും. ദൈവത്തിന്റെ രക്ഷ നിങ്ങളുടെ മേൽ വെളിപ്പെടും. കാരണം നമുക്ക് ഒരു വേദം കൂടി വായിക്കാമോ? അപ്പോസ്തല പ്രവൃത്തി എടുക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായം എടുക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായം. അപ്പോസ്തല പ്രവൃത്തി 16-ന്റെ 30-ാം വചനം. അവരെ പുറത്തു കൊണ്ടുവന്ന് യജമാനന്മാരെ രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. കർത്താവായ യേശുവിൽ വിശ്വസിക്കാം, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. മതി. ഇവിടെ പൗലോസും ശീലാസിനെയും പിടിച്ച് കാരാഗ്രഹത്തിൽ കൊണ്ടിട്ടിരിക്കണം. എന്നിട്ട് നേരം വെളുക്കുമ്പോ തലയെ വെക്കണം, കൊല്ലണം. ഹല്ലേലൂയ. കാരണം ഒന്നേ ഉള്ളൂ, വെളിച്ചം പാർത്ത സ്ത്രീ എന്ത് ചെയ്തു? ഓരോ ദിവസം ഇവർ അതിലെ പോകുമ്പോൾ ഇങ്ങനെ വിളിച്ചു പറയും, അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ രക്ഷാമാർക്ക് നിങ്ങളോട് അറിയിക്കുന്നത് എന്നൊക്കെ വിളിച്ചു പറഞ്ഞ് ശല്യപ്പെടുത്തി തുടങ്ങി. പറഞ്ഞ കാര്യം കറക്റ്റ് അല്ലേ, പക്ഷെ പറഞ്ഞ ആത്മാവ് വേറെ. പറഞ്ഞ ആത്മാവ് വേറെയായിരുന്നു. യേശു അല്ല പറഞ്ഞത്. എവരാണ് യേശുവിന്റെ ആത്മാവുള്ളവർ? യേശുവിനെ പ്രസംഗിക്കുന്നവരാണ്. പക്ഷെ മറ്റത് വിളിച്ചു പറഞ്ഞത് വെളിച്ചപ്പാർസൽ എന്ന് പറഞ്ഞ ഭൂതമാണ് കയറിയിട്ട് എന്ത് ചെയ്യുന്നത്? ഓരോ കാര്യങ്ങൾ പറയുന്നത്. ഹല്ലേലൂയ. ഇത് പല ദിവസമായപ്പോൾ ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഹല്ലേലൂയ. ഇവരെന്ത് ചെയ്തു? ആ സ്ത്രീയുടെ ഭൂതത്തോട് വിട്ടുപോകുന്നു. ആ സ്ത്രീയുടെ ഭൂതം എന്ത് ചെയ്തു? വിട്ടുപോയി. ഹല്ലേലൂയ. ഇത് കണ്ടപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഈ സ്ത്രീയെ വെച്ച് ഇതിന്റെ പിന്നിൽ വരുമാനം ഉണ്ടാക്കുന്ന ധാരാളം മുതലാളിമാരുണ്ടായിരുന്നു. ഹല്ലേലൂയ. അവരെല്ലാവരും കൂടി ചേർന്ന് എന്ത് ചെയ്തു? ഈ പൗലോസിനെ ശീലാസിനെ പിടിച്ച് ജയിലിൽ കൊണ്ടിട്ട് അടിയൊക്കെ കൊടുത്തു. നേരം വെളുക്കുമ്പോ കൊല്ലണമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. പക്ഷേ അന്ന് രാത്രി 12 മണിയായപ്പോൾ
ഈ പൗലോസ് ശീലാസുകളുടെ വായുകളെ തുറന്ന് പാടി സ്തുതിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. എവിടെ കാലുകൊണ്ട് ചലക്കാൻ പറ്റത്തില്ല, ബന്ധിച്ചു വെച്ചിരിക്കുകയാണ്. കാല് ചങ്ങല കൊണ്ട് പൂട്ടി ആമത്തിട്ട് പൂട്ടിയിരിക്കുകയാണ്. ഹല്ലേലൂയ. രണ്ട് കൈയിലും ചങ്ങല കൊണ്ട് ബന്ധിച്ചു വെച്ചിരിക്കുകയാണ്. ഇവർക്ക് കൈയും കാലും ചലിപ്പിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. പക്ഷെ ഇവർ വായുകളെ തുറന്ന് എന്ത് ചെയ്തു? ദൈവത്തെ പാടി സ്തുതിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ലെങ്കിലും വായുകളെ തുറന്ന് യേശുവേ എന്ന് വിളിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റും. നിങ്ങൾ വായുകളെ തുറന്ന് യേശുവേ എന്ന് വിളിക്കാൻ തുടങ്ങിക്കേ, ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നിങ്ങളുടെ മേൽ ഇറങ്ങി വരും. ഹല്ലേലൂയ. അങ്ങനെ പൗലോസ് ശീലാസും രാത്രി പാടി സ്തുതിച്ചു ഉച്ചത്തിൽ. അവിടെ പറയുന്നു, രാത്രി അർത്ഥസമയം 12 മണിയെ കഴിഞ്ഞു. ബാക്കിയുള്ള തടവുകാരെല്ലാം ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. ഇതെന്താണ് ഇത്രയും നാൾ കേൾക്കാത്തൊരു പാട്ടും പ്രാർത്ഥനയും ജയിലിന്റെ അകത്ത്? ഹല്ലേലൂയ. മനസ്സിലായ? ഇത്രയും നാള് ജയിലില് പാട്ടും പ്രാർത്ഥനയും ഇല്ലായിരുന്നു, കേട്ടിട്ടില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് അവരെല്ലാം ശ്രദ്ധിച്ചു. ഹല്ലേലൂയ. വർഷങ്ങളെ തടയി കിടക്കുന്നവർ ആശ്ചര്യത്തോടെ അവരെ നോക്കിയാണ്. ഇത്രയും നാളെ നമ്മളെ ജയിലിന്റെ അകത്തൊരു പാട്ടും പ്രാർത്ഥന ഇല്ല, ഇപ്പൊ ജയിലിന്റെ അകത്ത് ആര് വന്ന് പാടി പ്രാർത്ഥിക്കുന്നു എന്ന് ഇവർ ചിന്തിച്ചുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. ഇങ്ങനെ പാടിക്കൊണ്ടിരുന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ, ഹല്ലേലൂയ, കുറെ സമയം കഴിഞ്ഞു പോയി. ഹല്ലേലൂയ. ഇവർ പാട്ട് നിർത്തില്ല. പാടിക്കൊണ്ടിരുന്നപ്പോൾ വലിയൊരു സൗണ്ട് കേട്ടു. ഭൂകമ്പം ഉണ്ടാകുന്ന പോലത്തെ സൗണ്ട്. ഹല്ലേലൂയ. ഇവർ ജയിലിൽ കിടന്നവർ പൗലോസിന്റെയും ശീലാസിന്റെയും കയ്യിൽ നിന്ന് ചങ്ങലകളെല്ലാം താനെ അഴിഞ്ഞു വീണു. ഹല്ലേലൂയ. ഇവർ നോക്കുമ്പോൾ, ബാക്കിയുള്ള തടവുകാർ നോക്കുമ്പോൾ അവിടെ കയ്യിൽ നിന്ന് ചങ്ങലകൾ അഴിഞ്ഞു വീഴുന്നു. പാടി പ്രാർത്ഥിച്ചത് ആരൊക്കെയാണ്? പൗലോസ് ശീലാസും. പൗലോസിന്റെ ശീലാസിന്റെ കൈ കിടന്ന് ചങ്ങലകളെല്ലാം അഴിഞ്ഞു വീണു. പക്ഷെ അപ്പുറത്തെ തടവിൽ കിടന്ന് അവരുടെ ചങ്ങല എന്ത് ചെയ്തു? അഴിഞ്ഞു വീണു. ഹല്ലേലൂയ. അവരെല്ലാം ആശ്ചര്യപ്പെട്ട് നോക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. അപ്പോൾ ഒരു ഭൂകമ്പം ഉണ്ടായി. ഹല്ലേലൂയ. എന്ത് ചെയ്തു? ജയിൽ തകർന്നു വീണു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുവരെ കേൾക്കാത്ത പാട്ട് ഒരു ആരാധന ജയിലിന്റെ അകത്ത് വെളിപ്പെട്ടപ്പോ ജയിലിന്റെ തടവറയിൽ കിടന്ന സകല ആൾക്കാരുടെ കൈയിൽ കിടന്ന ചങ്ങലകൾ അഴിഞ്ഞു വീണു. കാരാഗൃഹത്തെ തകർത്തുകൊണ്ട് എല്ലാവരും പുറത്തിലേക്ക് വന്നു. നിങ്ങൾ എവിടെയായിരുന്നാലും കുഴപ്പമില്ല, എവിടെയായിരുന്നാലും കുഴപ്പമില്ല. വായുകളെ തുറന്ന് ദൈവത്തെ വിളിക്കാൻ നീ തയ്യാറായ, ഒന്ന് പ്രാർത്ഥിക്കാൻ നീ തയ്യാറായ, ദൈവത്തെ ആരാധിക്കാൻ തയ്യാറായ, നിന്റെ വീട്ടിന്റെ അകത്ത് ദൈവശക്തി ഇറങ്ങി വരും. ദൈവശക്തി ഇറങ്ങി വരും. പൗലോസ് ശീലാസ് കിടക്കുന്നത് ജയിലാണെന്ന് നോക്കിയില്ല. അവരെ അടിക്കുന്നവർ നോക്കിയില്ല. അവർ വായുകളെ തുറന്ന് ദൈവത്തെ പാടി സ്തുതിക്കാൻ തുടങ്ങി. പാടി സ്തുതിച്ചപ്പോ ദൈവ കാരാഗ്രഹത്തിന്റെ അകത്ത് ഇറങ്ങി വന്നു. കാലിലും കൈയിലുള്ള ചങ്ങലെല്ലാം താഴെ വീണു. ജയിലിനെ ദൈവം തകർത്തു. ഹല്ലേലൂയ. അവിടെ എഴുതി വെച്ചിരിക്കുന്നു, കല്ലിന്റെ കല്ല് ശേഷിക്കാതെ എന്റെ ദൈവ കാരാഗ്രഹ അടിസ്ഥാനത്തെ തകർത്തു കളഞ്ഞു. ജയിൽ മുഴുവൻ ഇളകിയെടുത്ത് പ്രാർത്ഥനയ്ക്ക് പവറുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, കരമടിച്ച് പ്രാർത്ഥിക്കണം. സന്തോഷത്തോടെ മണിക്കൂറിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം, ആരാധിക്കണം. ആരാധനയിൽ പൊട്ടാത്ത ചങ്ങലകൾ പൊട്ടും. ഹല്ലേലൂയ. ഇളകാത്ത അടിസ്ഥാനങ്ങൾ ഇളവും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കല നിന്റെ മുമ്പിൽ മരണങ്ങൾ മാറിപ്പോകും. നിന്റെ പ്രാർത്ഥനയിൽ മരണങ്ങൾ മാറും. നിന്റെ പ്രാർത്ഥനയിൽ ചങ്ങലകൾ പൊട്ടും. നിന്റെ പ്രാർത്ഥനയിൽ പിശാചിന്റെ കോട്ടകൾ തകരും. കല്ലിന്റെ കല്ല് ശേഷിക്കാതെ വേണം സകല അടിസ്ഥാനങ്ങളിൽ ദൈവ വിളക്ക്. കാരണം ഒന്നേ ഉള്ളൂ, നിങ്ങളുടെ പ്രാർത്ഥന വലുതാണ്. നീ പ്രാർത്ഥിക്കാൻ തുടങ്ങിയ നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന അത്ഭുതങ്ങൾ ചെയ്യുന്ന യേശു ഇന്ന് പകൽക്കാലം ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ മേൽ രക്ഷ വെളിപ്പെടും. ഹല്ലേലൂയ. നിങ്ങളത് പ്രാർത്ഥിക്കാൻ തുടങ്ങി നോക്ക്, നിങ്ങളുടെ മേൽ രക്ഷ വെളിപ്പെടും. ഹല്ലേലൂയ. ദൈവം രക്ഷിക്കാൻ വേണ്ടി ഇവിടെ ഇറങ്ങി വരും. ഹല്ലേലൂയ. യേശുവിന്റെ പേരിന്റെ അർത്ഥം തന്നെ രക്ഷകൻ എന്നാണ്. അറിയാമോ? ഹല്ലേലൂയ. ദൂതൻ ജോസഫിനോട് പറയുകയാണ്, ജോസഫ് മറിയ ഗർഭിണി എന്ന് പറഞ്ഞിട്ട് ഗൂഢമായി എന്ത് ചെയ്തു? ഉപേക്ഷിക്കാൻ വേണ്ടി ഭാവിക്കുമ്പോൾ ദൂതൻ ഇറങ്ങി വന്നിട്ട് പറയുകയാണ്, അവൾ ഗർഭിണിയായത് പരിശുദ്ധാത്മാവിനാലാണ്. ഹല്ലേലൂയ. തെറ്റായ മാർഗത്തിലൂടെ അല്ല. ഹല്ലേലൂയ. അതുകൊണ്ട് നീ അവളെ ഉപേക്ഷിക്കരുത്. അവൻ അനേകം പേരുടെ പാപങ്ങളെ പാപത്തിൽ നിന്ന് അവരെ രക്ഷിപ്പാൻ ഇരിക്കൊണ്ട് നീ അവരെ യേശു എന്ന് പേരിടണം. ഹല്ലേലൂയ. അവനൊരു രക്ഷകനാണെന്ന് പറയുകയാണ്. ഹല്ലേലൂയ. യേശു ഭൂമിയിൽ ഇറങ്ങി വന്നിട്ട് അനേകം പേരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ ഇരിക്കൊണ്ട് നീ അവരെ യേശു എന്ന് പേരിടണം എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. യേശു എന്ന വാക്കിന്റെ അർത്ഥം തന്നെ രക്ഷകനാണ്.
ആ യേശു എവിടെ ഇറങ്ങി വന്നു? കാരാഗൃഹത്തിന്റെ അകത്ത് നിന്ന് ഇറങ്ങി വന്നിട്ട് ഹല്ലേലൂയ, ഇതാ പൗലോസിന്റെ ശീലാസിന്റെ ചങ്ങലകളെ അഴിച്ചു മാറ്റിയിട്ട് ഇതാ അവരെ ജയിലിൽ പുറത്തു കൊണ്ടുവരികയാണ്. യേശു രക്ഷിച്ചോ? ജയിലിൽ പുറത്തു കൊണ്ടുവന്നു. കാരണം എന്താണ്? അവിടെ പാട്ടും പ്രാർത്ഥനയും. ജയിലിൽ കിടന്നവരെ ദൈവം പുറത്തു കൊണ്ടുവന്നു. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ പ്രാർത്ഥന വെറുതെയല്ല, നിങ്ങളുടെ ആരാധന വെറുതെയല്ല. നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് വലിയ വിടുതൽ നടക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിടുതൽ നടക്കുകയാണ്. നിങ്ങൾ അത്ഭുതങ്ങൾ കാണാൻ പോവുകയാണ്. ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുകയാണ്. മനസ്സിലാകുന്നോ? ഇതാ ഇങ്ങനെ എല്ലാവരും ആരൊക്കെയാണ് പാടി പ്രാർത്ഥിച്ചത്? പൗലോസും ശീലാസും. പക്ഷേ ജയിലിൽ കിടന്ന സകലരുടെ ചങ്ങലകൾ വായിച്ചു വീണു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നിങ്ങൾ ഒരാൾ നിങ്ങളെ വീട്ടിന്റെ അകത്ത് പാടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയെങ്കിൽ നിങ്ങളുടെ ദേശം മുഴുവൻ വെടിയിക്കപ്പെടാം. അതാണ് ദൈവത്തിന്റെ ശക്തി. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, നമ്മൾ ഇവിടെ പാടി പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ മാത്രമല്ല ദൈവം ഇത് വ്യാപരിക്കുന്നത്. നിങ്ങളോട് ഞാൻ പറയാം, ഇതിന്റെ ചുറ്റുപാട് 25 കിലോമീറ്റർ ചുറ്റുപാട് ദൈവത്തിന്റെ ശക്തി ചലിക്കുന്നു. ദൈവത്തിന്റെ ശക്തി ചലിക്കുന്നു. ഈ ദേശങ്ങൾ മുഴുവൻ ദൈവ കീഴ്മേൽ മറിക്കുന്നവരാക്കി എന്റെ ദൈവം നിങ്ങളെ മാറ്റുകയാണ്. ദൈവത്തിന്റെ ശക്തി ഈ ദേശം മുഴുവൻ വ്യാപരിക്കുന്നു. ഹല്ലേലൂയ. മനസ്സിലാകുന്നോ? ദൈവത്തിന്റെ ശക്തി ഈ ദേശം മുഴുവൻ വ്യാപരിക്കണം. നമ്മൾ വിചാരിക്കാം നമ്മൾ ഓഡിറ്റോറിയത്തിൽ നിന്ന് ദൈവത്തെ ആരാധിക്കുന്നത്. ഹല്ലേലൂയ. അതല്ല, നമ്മൾ ഇവിടുന്ന് ആരാധിക്കുമ്പോൾ ഈ ദൈവത്തിന്റെ ശക്തി ഈ ദേശം മുഴുവൻ വ്യാപരിക്കുകയാണ്. പൈശാചിക കോട്ടകൾ തകരുകയാണ്. മന്ത്രവാദങ്ങൾ തകരുകയാണ്. ആഭിചാരങ്ങൾ തകരുകയാണ്. എല്ലാ മന്ത്രവാദികളും ഓർക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ആരാധന മുടക്കാൻ വേണ്ടി മന്ത്രവാദം ചെയ്ത് തോറ്റു. ആഭിചാരം ചെയ്ത് തോറ്റു. ഹല്ലേലൂയ. ഇവിടുത്തെ തിരുനിറക്ക് ഒഴിച്ച് തോറ്റു. ഹല്ലേലൂയ. അതൊക്കെ ചെയ്ത് ഇതൊക്കെ ചെയ്ത് എല്ലാം ഒരു മാക്സിമം എങ്ങനെയൊക്കെ ഓട്ടിക്കാൻ നോക്കിയോ അതെല്ലാം തോറ്റു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങിയാണ്. ഹല്ലേലൂയ. നിന്നെ തോൽപ്പിക്കാൻ ആരെ കൊണ്ട് പറ്റത്തില്ല. നിന്നെ തകർക്കാൻ നോക്കുന്നവർ തകർന്നു പോകുന്നല്ലാതെ ഹല്ലേലൂയ നിന്റെ രോമത്തിൽ പോലും തൊടാൻ എന്റെ ദൈവം വിട്ടുകൊടുക്കത്തില്ല. കാരണം നിന്നെ രക്ഷിക്കുന്ന രക്ഷകനായി നിന്റെ കൂടെ 24 മണിക്കൂർ എന്റെ യേശു കൂടെയുണ്ട്. 24 മണിക്കൂർ എന്റെ യേശു കൂടെയുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, ഈ ദൈവം നിങ്ങൾക്ക് അത്ഭുതം ചെയ്യും. എന്റെ ദൈവത്തിന്റെ രക്ഷ എന്റെ കൂടെ ഉണ്ട്. എന്റെ ദൈവത്തിന്റെ രക്ഷ എന്റെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ. ഈ വാർഡൻ ജയിൽ DGP നോക്കുമ്പോൾ എല്ലാവരും ഓടുകയാണ്. ജയിലിനകത്ത് 300 തടവുകാരുണ്ടായിരുന്നു. 2 പേരുടെ പാട്ടും പ്രാർത്ഥന നിമിത്തം എല്ലാവരെയും ദൈവം തുറന്നു വിട്ടു. ഹല്ലേലൂയ. എല്ലാവരും ഇറങ്ങി ഓടി. അപ്പോൾ DGP തന്നെത്താൻ വാളൂർ എന്തിയാണ് കൊല്ലാൻ വേണ്ടിയാണ്, ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ പൗലോസ് വിളിച്ചു, അയ്യോ യജമാനനെ, നിങ്ങൾ ഒന്നും ചെയ്യരുത്. ഹലോ, നിങ്ങള് ഒന്നും ചെയ്യല്ലേ, ഞങ്ങൾ ഇവിടെ ഉണ്ട്. ബാക്കിയുള്ളവരൊക്കെ ഓടി. ഓക്കെ, ഞാനും ശീലാസും ഇവിടെ തന്നെ നിൽക്കട്ടെ. ഹല്ലേലൂയ. ഉടനെ ഇന്നലെ വരെ തെറി വിളിച്ച് അടി കൊടുത്ത മനുഷ്യൻ കുറച്ചു നേരത്തിന് മുമ്പ് വരെ ഇവരെ കാൽക്കൾ വേണ്ടി പറഞ്ഞു, യജമാനന്മാരെ രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? ഹല്ലേലൂയ. എനിക്കിനി എന്റെ മുമ്പിൽ മരണം മാത്രമേ ഉള്ളൂ. എനിക്കിനി മരിച്ചാൽ മാത്രം മതി. നാളെ നേരം വിളിക്കുമ്പോൾ രാജാവ് എന്നെ വച്ചിരിക്കത്തില്ല. ഹെരോദ് രാജാവ് എന്നെ വച്ചിരിക്കത്തില്ല. കാരണം ഈ ജയിലിൽ എന്നോട് ഏൽപ്പിച്ചിരിക്കുന്നത് ഞാൻ മെയിൻ ആണ്. അതുകൊണ്ട് രാജാവ് നാളെ എന്റെ തലയെ വെട്ടും. എല്ലാ തടവുകാരും ഇറങ്ങി ഓടിപ്പോയി. ഇനി രക്ഷപ്പെടാൻ എന്ത് മാർഗം? എന്റെ മുമ്പിൽ മരണം മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. പൗലോസ് പറയാണ്, സഹോദരൻ നീ മരിക്കണ്ട, ഒരു കാര്യമുണ്ട്, രക്ഷപ്പെടാൻ ഒരു മാർഗമുണ്ട്. കർത്താവായ യേശുവിൽ വിശ്വസിക്കാം, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷപ്പെടാം. നീ മാത്രമല്ല, ഇന്ന് നീ മരിക്കാൻ വേണ്ടി നിൽക്കുന്നവനാണ്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾ പറയുന്നത് മരിക്കാൻ വേണ്ടി നിൽക്കുന്നവരായിരിക്കാം. പക്ഷേ ഇന്ന് പകൽക്കാലം ദൈവത്തിന് പറയാൻ ഗുഡ് ന്യൂസ് ഉണ്ട്. നീ കർത്താവായ യേശുവിൽ വിശ്വസിക്കാം, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്പെടാം. നിങ്ങൾ ഒരാള് കർത്താവിൽ വിശ്വസിച്ചാൽ നിങ്ങൾ മാത്രമല്ല രക്ഷപ്പെടുന്നത്, നിങ്ങളുടെ കുടുംബം. ഹല്ലേലൂയ. മരിക്കാമെന്ന് JDGP വിറച്ചുകൊണ്ട് അവിടുന്ന് പറഞ്ഞു, അയ്യോ ഞങ്ങൾക്ക് എനിക്ക് രക്ഷ കിട്ടുമോ?
കിട്ടും. നീ കർത്താവായ യേശുവിൽ എന്ത് ചെയ്യണം? വിശ്വസിക്കണം. ഹല്ലേലൂയ. അങ്ങനെ കൊല്ലാൻ നിന്ന DGP എന്ത് ചെയ്തു? ഇവരെ വീട്ടിൽ കൊണ്ടുപോയി. ഹല്ലേലൂയ. ഇവരെ പൗലോസിന്റെ ശീലാസിന്റെ ഒക്കെ ശരീരത്തിന്റെ മുറിവുകളെല്ലാം കെട്ടി അവൻ തന്നെ ഉണക്കി മരുന്ന് വെച്ചിട്ടു. ഹല്ലേലൂയ. എന്നിട്ട് അന്ന് രാത്രി അവർ നല്ലവണ്ണം ആ DGP പൗലോസിന്റെ ശീലാസിന് ആഹാരമൊക്കെ വെച്ചു കൊടുത്തിട്ട് DGP വൈഫും മക്കളും കുടുംബമായിട്ട് എന്ത് ചെയ്തു? അവർ സ്നാനപ്പെട്ട് ഇവരോട് കൂടെ ചേർന്ന്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാല ഇതാണ് യേശുവിനുള്ള വ്യത്യാസം. ഹല്ലേലൂയ. മരിക്കാൻ നിന്നവരെ യേശു രക്ഷപ്പെടുത്തി സ്വർഗ രാജ്യത്തിന് അവകാശമാക്കി തീർത്തു. ഹല്ലേലൂയ. ആ DGP മാത്രമല്ല, അവർ ഭാര്യ മക്കളെ ഉൾപ്പെടെ, ഹല്ലേലൂയ, അവർ കുടുംബത്തോടെ ബന്ധുക്കളെ എല്ലാം ഉൾപ്പെടെ, ഹല്ലേലൂയ, ദൈവരാജ്യത്തിന് അവകാശിയാക്കി മാറ്റി. ആര് വിശ്വസിച്ചത് വിധം? ആ DGP. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, മരിക്കാൻ നിന്നത് ആര് മാത്രമാണ്? ആ DGP മാത്രമാണ്. തന്നെത്താൻ വാളൂരി കൊല്ലാൻ വേണ്ടി ആത്മഹത്യ ശ്രമിച്ച്. പക്ഷേ പൗലോസിന്റെ ശീലാസിന്റെ വാക്കനുസരിച്ച് യേശുവിൽ വിശ്വസിച്ചപ്പോൾ അവൻ മാത്രമല്ല രക്ഷപ്പെട്ടത്, ഒരാൾ ദൈവത്തിൽ വിശ്വസിച്ചപ്പോൾ അവന്റെ കുടുംബം മുഴുവന്, ഹല്ലേലൂയ, അവന്റെ അപ്പനമ്മ സഹോദരങ്ങൾ മുഴുവന്, അവന്റെ ഭാര്യ മക്കൾ മുഴുവന്, അവരുടെ കുടുംബം ഒന്നടങ്ക അന്ന് രാത്രി തന്നെ ഇവർ പറഞ്ഞ സുവിശേഷത്തിൽ വിശ്വസിച്ച് സ്നാനപ്പെട്ട് ദൈവത്തോട് ചേർന്നു. ഹല്ലേലൂയ. മരിക്കാൻ നിന്നവരെ സ്വർഗരാജ്യത്തിന് അവകാശിയാക്കി തീർന്നു. ഹല്ലേലൂയ. ഇന്ന് മകൾക്ക് നിങ്ങൾക്ക് രക്ഷപ്പെടണം. യേശുവിൽ വിശ്വസിക്ക്. എന്നാൽ നീ നിന്റെ കുടുംബം രക്ഷപ്പെടും. ഹല്ലേലൂയ. ആത്മഹത്യ ഒരു പരിഹാരമില്ല. ഹല്ലേലൂയ. ആത്മഹത്യ ചെയ്താൽ നീ നശിക്കും, നിന്റെ കുടുംബം നശിക്കും. പക്ഷേ യേശുവിൽ നീ വിശ്വസിച്ചാൽ നീ രക്ഷപ്പെടും, നിന്റെ കുടുംബവും രക്ഷപ്പെടും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇത് പകൽക്കാലം എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി ഇതിനെ ചലിക്കുകയാണ്. വിളിച്ചു പറ, കർത്താവ് യേശുവിൽ വിശ്വസിക്കാം. എന്നാൽ ഞാൻ എന്റെ കുടുംബം രക്ഷപ്പെടും. വിളിച്ചു പറ, യേശുവേ, ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു. എനിക്ക് രക്ഷപ്പെടണം, എനിക്ക് എന്റെ കുടുംബത്തിന് രക്ഷപ്പെടണം. യേശുവേ, എനിക്ക് അങ്ങേ വേണം. യേശുവേ, എനിക്ക് അങ്ങേ വേണം. ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു, ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. കരങ്ങൾ അടിച്ചത് ദൈവത്തെ സ്തുതിക്കുക. കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിക്കുക. നിങ്ങൾ ഒരാൾ ഇതിനകത്ത് കയറി വന്നത് കൊണ്ടാണ് നിങ്ങളുടെ കുടുംബത്തിന്റെ അകത്ത് ഒരു കുഴപ്പമില്ലാതിരിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾ ഒരാള് ദൈവത്തെ ആരാധിക്കാൻ ഇവിടെ കയറി വന്ന നിമിത്തമാണ് നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കുന്നത്. ഹല്ലേലൂയ. ഒരു പിശാച് കേറാതെ വേണം, ഒരു അനർത്ഥവും കേറാതെ വേണം, ഒരു സംഘാടകനും കേറാതെ വേണം. എന്റെ ദൈവം നിങ്ങളെ കാത്തു സൂക്ഷിക്കുന്നതിന് കാരണം ഒന്നേ ഉള്ളൂ, നിങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നത് കൊണ്ട്. ഹല്ലേലൂയ. ആ ദൈവത്തിന് ഭയങ്കര മഹത്വം ഇപ്പോൾ തന്നെ വ്യാപരിക്കുന്നു. ഹല്ലേലൂയ. ഇപ്പോൾ തന്നെ വ്യാപരിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ആ ദൈവത്തിന് ഭയങ്കര മഹത്വം ചലിക്കുകയാണ്. ഇത് മക്കൾക്കാല സ്വർഗ്ഗയുടെ ഇറങ്ങി നിൽപ്പാണ്, യേശുവിടെ ഇറങ്ങി നിൽപ്പാണ്. ആ ദൈവത്തിന് ഭയങ്കര ഗ്ലോറി വെളിപ്പെടുകയാണ്. ഭയങ്കര ഗ്ലോറി വെളിപ്പെടുകയാണ്. ഭയങ്കര ഗ്ലോറി വെളിപ്പെടുകയാണ്. ഭയങ്കര ഗ്ലോറി വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. ഇത് പകൽക്കാലം പലരുടെ വീടിന്റെ അകത്ത് മരണം നീങ്ങിപ്പോവുകയാണ്. ഹല്ലേലൂയ. മരണങ്ങൾ നീങ്ങിപ്പോവുകയാണ്. മരണങ്ങൾ നീങ്ങിപ്പോവുകയാണ്. മരണങ്ങൾ നീങ്ങിപ്പോവുകയാണ്. മരണങ്ങൾ നീങ്ങിപ്പോവുകയാണ്. ദൈവത്തിന് ഭയങ്കര മഹത്വത്തോടെ വ്യാപരിക്കുകയാണ്. മരണങ്ങൾ നീങ്ങുന്നു, മരണങ്ങൾ നീങ്ങുന്നു, മരണങ്ങൾ നീങ്ങുന്നു. വിവാദന മരണങ്ങൾ നീങ്ങുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളുടെ പറയും, മരണങ്ങൾ മാറുകയാണ്. മരണങ്ങൾ മാറുകയാണ്. വിളിച്ചു പറയും, വീട്ടിന്റെ അകത്ത് മരണങ്ങൾ മാറുകയാണ്. ആക്സിഡന്റുകൾ മാറുന്നു. ദൈവത്തിന് ഭയങ്കര ഗ്ലോറി. ദൈവത്തിന് മരിക്കാൻ വിട്ടുകൊടുക്കത്തില്ല. ഈ ദൈവത്തെ ആരാധിക്കുന്നത് കൊണ്ട് നിന്റെ വീടിന്റെ മരണം നടക്കാൻ ദൈവം വിട്ടുകൊടുക്കത്തില്ല. നിന്റെ ആത്മഹത്യ ദൈവം വിട്ടുകൊടുക്കത്തില്ല. നിന്റെ വീടിന്റെ ദുർമരണം നടക്കാൻ ദൈവം വിട്ടുകൊടുക്കത്തില്ല. നീ ദൈവത്തെ ആരാധിക്കുന്നത് കൊണ്ട് ദൈവം നിങ്ങളെ തലമുറകളെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. രക്ഷ വെളിപ്പെടുകയാണ്. ഈ രക്ഷ നിങ്ങളുടെ മേൽ മാത്രമല്ല വെളിപ്പെടുത്തുക, തലമുറകളുടെ മേൽ വെളിപ്പെടുകയാണ്. നിങ്ങളുടെ ഭർത്താവിന്റെ മേൽ വെളിപ്പെടുകയാണ്. നിങ്ങളുടെ അപ്പന്റെ മേൽ, അമ്മയുടെ മേൽ, സഹോദരങ്ങളുടെ മേൽ ഈ രക്ഷ വെളിപ്പെടുകയാണ്. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, ഇതാ ഈ DGP വീട്ടിന്റെ അകത്ത് ഈ രക്ഷ വെളിപ്പെട്ടെങ്കിൽ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് രക്ഷ വെളിപ്പെടുകയാണ്. എത്ര കള്ളുകുടിച്ച് പ്രശ്നമുള്ള ഭർത്താവായ അവിടെ മേൽ രക്ഷ വെളിപ്പെടുകയാണ്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ കരം ഇന്ന് പകൽക്കാലം വ്യാപരിക്കുന്നു. ഇതാ ദേശത്തിലെ സകല പ്രശ്നങ്ങൾ ഇന്ന് പകൽക്കാലം മാറുകയാണ്. നിങ്ങളുടെ വീട്ടിന്റെ അകത്തുള്ള സകല പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ ഇന്ന് പകൽക്കാലം മാറുകയാണ്. നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് ഒരു രക്ഷ വെളിപ്പെടുന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് രക്ഷ വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ.
നിങ്ങളെ വീട്ടിന്റെ അകത്തൊരു രക്ഷ വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. നിങ്ങളെ വീട്ടിന്റെ അകത്തൊരു രക്ഷ വെളിപ്പെടുകയാണ്. പറ, നിങ്ങളെ വീട്ടിന്റെ അകത്ത് ഒരു രക്ഷ വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. സ്വർഗ്ഗത്തിൽ നിന്ന് പകൽക്കാലം നിങ്ങൾക്ക് ഇറങ്ങി വന്ന് അത്ഭുതങ്ങൾ ചെയ്യുകയാണ്. ഓ ജീസസ്, ഓ ജീസസ്. എത്ര പേർക്ക് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. പറ, എന്റെ വീട്ടിന്റെ അകത്ത് രക്ഷ വെളിപ്പെട്ടു. എന്റെ വീടിന്റെ അകത്ത് വലിയ രക്ഷ വെളിപ്പെട്ടിരിക്കുകയാണ്. എന്റെ വീടിന്റെ അകത്ത് വലിയ രക്ഷ വെളിപ്പെട്ടിരിക്കുകയാണ്. എന്റെ വീടിന്റെ അകത്ത് വലിയ രക്ഷ വെളിപ്പെട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറയുന്ന പറയാൻ ഒരുപാട് സാക്ഷ്യങ്ങളുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറയാം, സ്വർഗ്ഗോട് ഇറങ്ങിരിപ്പുണ്ട്. ഇപ്പൊ നമ്മളെ രാജിയുടെ മോന് വലിയ ജോലി കൊടുത്തു. നമ്മുടെ പുഷ്പന് മോന് നല്ലൊരു ആലോചന വന്നു. ഹല്ലേലൂയ. ഞാൻ പറയാം, നിങ്ങളെ വീട്ടിന്റെ അകത്ത് ഇതേപോലെ അത്ഭുതങ്ങൾ ദൈവം ചെയ്യുക. ഹല്ലേലൂയ. നമ്മുടെ അമ്മ വീട് കാലുകൊടിഞ്ഞ, പക്ഷേ ദൈവം എഴുന്നേൽപ്പിച്ച് സുഖത്തോടെ ഓടി നടക്കുന്നു. ഈ സ്റ്റെപ്പെല്ലാം കയറി വരുന്നു. ഹല്ലേലൂയ. ഇത് പകൽക്കാലം ഞാൻ പറയാം, നിങ്ങളെ വീട്ടിന്റെ അത് ഇതുപോലെ അനുസരിച്ച് ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ പറ്റും. ഒരു വലിയ രക്ഷ വെളിപ്പെടുകയാണ്. മരണം മാറുകയാണ്. വീട്ടിൽ മരണം മാറുകയാണ്. മരണം മാറുകയാണ്. മരണം മാറുകയാണ്. മരണം മാറുക. പലപ്പോഴും മരണം മാത്രമാണ് മുമ്പിലുള്ളത്. എന്ത് ചെയ്യണമെന്ന് ചോദ്യചിഹ്നമായി നിൽക്കുന്നവർക്ക് വേണ്ടി ദൈവത്തിന്റെ കരം വെളിപ്പെടുകയാണ്. പലപ്പോഴും മുമ്പിലോട്ട് സ്റ്റെപ്പ് വയ്ക്കാൻ കഴിയാതെ ഇസ്രായേൽ മക്കളെ പോലെ, ഹല്ലേലൂയ, മുമ്പിൽ ചെങ്കടൽ, ബാക്കിൽ ഫറവോന്റെ സൈന്യം. ഹല്ലേലൂയ. ഏത് നിമിഷവും മരണം സംഭവിക്കാം. മുമ്പിലോട്ട് സ്റ്റെപ്പ് വയ്ക്കാൻ പറ്റത്തില്ല, പുറകിലോട്ട് സ്റ്റെപ്പ് വയ്ക്കാൻ പറ്റത്തില്ല. അങ്ങനെ നിൽക്കുന്ന അവസ്ഥയിൽ നിൽക്കുന്നവരെ ഞാൻ വിളിച്ചു പറയാം, ഇന്ന് പകൽക്കാലം ദൈവം മോശയ്ക്ക് വേണ്ടി ചെങ്കടലിനെ രണ്ടായി ഭാഗിച്ചതുപോലെ നിനക്ക് വേണ്ടി രക്ഷ വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. ഈ ഒരു അവസ്ഥ വല്ലാത്തൊരവസ്ഥയാണല്ലേ. മുമ്പിലോട്ട് സ്റ്റെപ്പ് വയ്ക്കാൻ പറ്റില്ല. മുമ്പിൽ എന്താണ്? ചെങ്കടൽ. കടലിൽ ചാടി മരിക്കാനേ പറ്റുള്ളൂ. പുറകോട്ട് നോക്കിയാൽ ഫറവോന്റെ സൈന്യരെ കൊല്ലാൻ വേണ്ടി വാളുമായിട്ട് വരികയാണ്, സൈന്യവുമായിട്ട് വരികയാണ്. ഹല്ലേലൂയ. പുറകിലോട്ട് ഓടാൻ പറ്റൂല, മുമ്പിലോട്ട് പോകാൻ പറ്റൂല. മുമ്പിൽ പോയിട്ട് പോയാൽ വെള്ളം കുടിച്ച് മരിക്കണം. പുറകിലോട്ട് പോയാൽ ഫറവോന്റെ വാളുകൊണ്ട് വെട്ടേറ്റ് മരിക്കും. രണ്ടിന്റെ നടുവിൽ ഒരു നിലവിളിക്കുകയാണ്. ഹല്ലേലൂയ. പക്ഷേ ഇവരെ മുക്കിക്കൊല്ലുമെന്ന് പറഞ്ഞ, ഹല്ലേലൂയ, ആ ചെങ്കടലിനെ തന്നെ ദൈവം രണ്ടായിട്ട് ഭാഗിച്ച് ഇവരെ അക്കരെ കടത്തി വിട്ടു. ഹല്ലേലൂയ. മുമ്പിലോട്ട് കൊണ്ടുവന്ന കർത്താവിനെ ഇവരെ മുമ്പിലോട്ട് നടത്തി ഫറവോന്റെ വെട്ടുകൊണ്ട് മരിക്കാൻ എന്റെ ദൈവം വിട്ടുകൊടുത്തില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച് തീരുന്ന വ്യക്തിയായിരിക്കാം, എല്ലാ പ്രതീക്ഷകളും കൈവിട്ടവരായിരിക്കാം. ഇന്ന് പകൽക്കാലം നിങ്ങൾ പ്രതീക്ഷിച്ചവർ വിശ്വാസരെല്ലാം കൈവിട്ട അവസ്ഥയായിരിക്കാം. പക്ഷേ ഇന്ന് പകൽക്കാലം ഞാനും കൂടെ പറയാം, ആരൊക്കെ നിന്നെ കൈവിട്ടാല്, നിന്റെ പ്രതീക്ഷയെല്ലാം അസ്തമിച്ചാല് ഇനിയൊരു രക്ഷയില്ല നീ പറയുന്ന വ്യക്തിയായിരിക്കും. പക്ഷേ ഇന്ന് പകൽക്കാലം രക്ഷകനായി എന്റെ യേശുവിന്റെ അടുക്കൽ ഇറങ്ങി വരികയാണ്. മോശയ്ക്ക് വേണ്ടി, ഇസ്രായേലിന് വേണ്ടി ചെങ്കടലിനെ രണ്ടായി ഭാഗിച്ചവർ ഇന്ന് പകൽക്കാലം നിനക്കൊരു വഴി തുറക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറയാം, ഹല്ലേലൂയ. നിങ്ങൾക്ക് ദൈവം ഒരു വഴി തുറക്കുകയാണ്. ഹല്ലേലൂയ. ഇതാ ഇവിടെ ചൂരച്ചെടിയുടെ മുകളിൽ മൂട്ടിൽ കിടന്ന് ഉറങ്ങുന്ന ഏലിയ പറയാണ്, മതി യഹോവേ മതി, എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ. ഹല്ലേലൂയ. ഏലിയാവിന്റെ പ്രാർത്ഥന എന്താണ്? മതി യഹോവേ മതി, എന്റെ പ്രാണനെ എന്ത് ചെയ്യണം? എടുത്തുകൊള്ളണം. എനിക്കിനി മരിച്ചാൽ മതി, എനിക്കിനി ജീവിക്കണ്ട. ഞാൻ നിന്റെ പ്രവാചനമൊക്കെ ശരിയാണ്, പക്ഷെ എനിക്കിനി ജീവിക്കാൻ വയ്യ, പറ്റത്തില്ല. കാരണം അത്രമാത്രം പ്രശ്നം. ഹല്ലേലൂയ. ഇസബേലിനെ കൊല്ലും, അതുകൊണ്ട് നീ എന്തിനാ അവളെ വാളുകൊണ്ട് ഞാൻ മരിക്കുന്നതിനേക്കാൾ നീ എന്റെ ആത്മാവിനെ എടുത്തോ എന്ന് പറഞ്ഞുകൊണ്ട് ചൂരച്ചെടിയുടെ മൂട്ടിൽ ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചിറക്കാനില്ലാതെ അവൻ വളരെയേറെ വിഷമിക്കുകയാണ്. ഹല്ലേലൂയ. അവൻ കിടന്ന് ഉറങ്ങുകയാണ്, ക്ഷീണിച്ച് തളർന്ന് മരണക്കാത്ത കിടന്ന് ഉറങ്ങുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ സ്വർഗ്ഗത്തിലെ ദൂതൻ ഇറങ്ങി വന്നു. ഹല്ലേലൂയ. അവന് വേണ്ടി സ്വർഗ്ഗം തുറന്നു. ഹല്ലേലൂയ. സ്വർഗ്ഗത്തിലെ ദൂതൻ ഇറങ്ങി വന്നിട്ട് അവനെ തട്ടി എണീപ്പിക്കുകയാണ്. ഹല്ലേലൂയ. എന്നിട്ട് പറയാണ്, ഏലിയാവേ എണീക്ക്, നീ തിന്നുക കുടിക്കുക എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അവൻ വീണ്ടും കിടന്ന് ഉറങ്ങി. ഹല്ലേലൂയ. വീണ്ടും ദൂതൻ വിട്ടില്ല, അവനെ തട്ടി ഉണർത്തി എണീപ്പിച്ചു. ഹല്ലേലൂയ. അവൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ, ഹല്ലേലൂയ, ഒരു തുരുത്തി വെള്ളവും അവന് കഴിക്കാൻ അപ്പവും ചൂട് കല്ലിൽ ചുട്ടെടുത്ത ചൂട് അപ്പവും ഒരു തുരുത്തി വെള്ളവും അവന്റെ കാൽക്കൽ ഇരിക്കുന്നവൻ കണ്ടു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവൻ എണീറ്റ് അവൻ കഴിച്ചു. വീണ്ടും കിടന്ന് ഉറങ്ങാൻ തുടങ്ങി. ഹല്ലേലൂയ. അപ്പോൾ ദൂതൻ പറയുന്ന മറുപടി, ഇല്ല, നീ ഇവിടെ കിടക്കേണ്ടവനല്ല, നിനക്ക് കർമ്മേൽ മല വരെ, ഹല്ലേലൂയ, ഹോരേബ് വരെ നിനക്ക് യാത്ര ചെയ്യാനുണ്ട്. ഹല്ലേലൂയ. അവർ ഒരു നേരത്തെ ആഹാരം കൊണ്ട് 40 രാവ് 40 പകല് ഹോരേബ് മലയോളം നടന്നു. ഹല്ലേലൂയ.
ഇന്ന് പറ്റക്കൽ നിന്ന ദൈവം വിട്ടുകൊടുക്കത്തില്ല. അതാണ് കരം കൊടുത്തു വിട്ടുകൊടുക്കത്തില്ല. ദൈവത്തിനെ രക്ഷിക്കും, മരണത്തിന് വിട്ടുകൊടുക്കത്തില്ല. ആരൊക്കെ മനുഷ്യർ പലതും ചൊല്ലും പറയും, ഹല്ലേലൂയ, പക്ഷെ ദൈവം നിങ്ങളെ വിട്ടുകൊടുക്കത്തില്ല. ഹല്ലേലൂയ. ദൈവ രക്ഷകനായി നിങ്ങളുടെ കൂടെ ഉണ്ട്. എന്റെ ദൈവത്തിൽ നിങ്ങൾ വിശ്വസിച്ചത് കൊണ്ട് ഹല്ലേലൂയ, ദൈവം രക്ഷകനായി 24 മണിക്കൂർ നിങ്ങളുടെ കൂടെ ഉണ്ട്. ഈ ദൈവത്തെ എപ്പോഴും വിളിക്കണം. ഒന്നുകൂടെ ഞാൻ വിളിച്ചു പറയാം, മറ്റൊരുത്തനും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യന് നൽകപ്പെട്ട യേശു എന്നൊരു നാമമല്ലാതെ വേറൊരു നാമമില്ല. ജയിൽ വാദനോട് പറയുകയാണ്, ജഡ്ജിയോട് പൗലോസ് പറയാണ്, കർത്താവ് യേശുവിൽ വിശ്വസിക്കാം എന്നാ നീ നിന്റെ കുടുംബവും രക്ഷപ്പെടും. നിങ്ങൾക്ക് രക്ഷ വേണോ? ആരിൽ വിശ്വസിക്കണം? യേശുവിൽ വിശ്വസിക്കണം. ഹല്ലേലൂയ. രക്ഷ വേണോ? ആരിൽ വിശ്വസിക്കണം? യേശുവിൽ നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങളും നിങ്ങളുടെ കുടുംബവും രക്ഷപ്പെടും. ഹല്ലേലൂയ. ഒരു അമ്മ ഒരു വീട്ടിന്റെ അകത്ത് ദൈവത്തെ വിശ്വസിച്ചാൽ ഞാൻ പറയാം, നിങ്ങളുടെ തലമുറകൾ രക്ഷിക്കപ്പെടും. ഹല്ലേലൂയ. നിങ്ങൾ മാത്രമല്ല രക്ഷപ്പെടുന്നത്, നിങ്ങളുടെ തലമുറകൾ രക്ഷപ്പെടുക. ഹല്ലേലൂയ. 4 തലമുറകൾ, വരുന്ന 4 തലമുറകൾ അനുഗ്രഹമാക്കി കർത്താവ് മാറ്റുകയാണ്. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി ഇന്ന് പകൽക്കാലം ഇവിടെ വ്യാപരിക്കുകയാണ്. ഹല്ലേലൂയ. യോശുവ പറഞ്ഞൊരു മറുപടി ഉണ്ട്, നിങ്ങൾക്കറിയാമോ? ഇസ്രായേൽ മക്കളെ വിളിച്ചിട്ട് പറയാണ്, ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് പറയാൻ പറ്റും, ഞാൻ എന്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഹല്ലേലൂയ. ഞങ്ങൾക്ക് യേശു മതി, ഞങ്ങൾക്ക് യേശു മതി, വേറെ ആരും വേണ്ട. ദൈവം ഞങ്ങൾ പറയുന്ന ഒരു കാര്യമാണ്, ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾക്ക് യേശു മതി. ഹല്ലേലൂയ. എന്റെ ദൈവം നമ്മൾ അനുഗ്രഹിക്കാതിരിക്കത്തില്ല. അഥവാ ദൈവം അനുഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾക്ക് യേശു മതി. വിളിച്ചു പറ, എനിക്ക് യേശു മതി. കഷ്ടതയാണ് പൗലോസ് പറയുന്ന പോലെ, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിക്കുന്നതാ കഷ്ടതയോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ കല്ലേറോ ജയിലോ ഈർച്ചവാളോ കടലിലെ ചേതമോ കപ്പലിലെ ചേതമോ മനുഷ്യരുടെ ചേതമോ ഒന്നും എന്റെ ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് വേർതിരിക്കാൻ പറ്റത്തില്ല. ഈ ഒരു ഉറപ്പ് നമുക്ക് വേണം. ഹല്ലേലൂയ. പറ, കർത്താവേ, എനിക്ക് നിന്നെ വിട്ടൊരു ജീവിതം ഇല്ല. പറ, നിന്നെ വിട്ടൊരു ജീവിതം ഇല്ല. ഹല്ലേലൂയ. മനുഷ്യനെ ആശ്രയിക്കുന്നത് തോറ്റുപോകും. മനുഷ്യരില് ആശ്രയിക്കരുത്, തോറ്റുപോകും. ഒരു മനുഷ്യരിൽ വിശ്വസിക്കരുത്, ഒരു മനുഷ്യനെ ആശ്രയിക്കരുത്. നിങ്ങളുടെ ആശ്രയം മുഴുവനും യേശുവിലായിരിക്കണം. ഹല്ലേലൂയ. മനുഷ്യനെ നിങ്ങൾ ആശ്രയിച്ച, മനുഷ്യന് പൊക്കി വെച്ചാൽ അവൻ നാളെ ഇട്ടിട്ട് പോകും. ഹല്ലേലൂയ. നാളെ കളഞ്ഞിട്ട് പോകും. ഹല്ലേലൂയ. അപ്പൊ വിഷമായിരിക്കും. പക്ഷേ യേശുവിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ, യേശുവിനെ നിങ്ങൾ ഉയർത്തിപ്പിടിച്ച, യേശുവിനെ പൂർണ്ണമായി ആശ്രയിച്ച, ഒരിക്കലും യേശു നിങ്ങളെ കൈവിടത്തില്ല. മനസ്സിലായോ? ഒരുപക്ഷെ ഭർത്താവ് ഇട്ടിട്ട് പോകും, മക്കൾ ഇട്ടിട്ട് പോകും. ഹല്ലേലൂയ. ഭാര്യ ഇട്ടിട്ട് പോകും, അപ്പനമ്മയൊക്കെ ഇട്ടിട്ട് പോകും. നമ്മൾ ഒറ്റയ്ക്കാവും. ഹല്ലേലൂയ. പക്ഷെ ഞാൻ പറയാം, ആരൊക്കെ ഇട്ടിട്ട് പോയാലും യേശു ഇട്ടിട്ട് പോകുന്നില്ല. കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിക്ക്. ഈ വചനം ചേർന്ന് പറയാം, മറ്റൊരുത്തനും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യനെ നൽകപ്പെട്ട യേശു എന്നൊരു നാമമല്ലാതെ വേറൊരു നാമമില്ല. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും എഴുന്നേൽക്കാം, നമുക്കൊരു പാട്ട് പാടി നമ്മ ദൈവത്തെ സ്തുതിക്കാൻ പോകണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഭയങ്കര മഹത്വം ഇപ്പോൾ തന്നെ വ്യാപരിക്കുന്ന യേശുവിന്റെ നാമത്തിൽ ആ ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി ചലിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് ബന്ധക്കാരെ ഞാൻ നിങ്ങളോട് പറയാം, ഈ ദൈവത്തിന് മാത്രമേ നമ്മളെ രക്ഷിക്കാൻ പറ്റൂ. ഹല്ലേലൂയ. ഈ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുകയാണ്. ആ ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി ഇവിടെ വെളിപ്പെടുന്നു. ഹല്ലേലൂയ. പറ, എനിക്ക് യേശു മതി. ഹല്ലേലൂയ. എനിക്ക് യേശു മതി, എനിക്ക് യേശു മതി. ഇപ്പോൾ തന്നെ ആ ദൈവത്തിന്റെ ഭയങ്കര മഹത്വം വ്യാപരിക്കുന്നു. എനിക്ക് യേശു മതി, എനിക്ക് യേശു മതി. പറ, അപ്പാ, ഞാൻ എന്നെ സ്നേഹിക്കുന്നു. അപ്പാ കർത്താവെ, ഞാൻ എന്നെ സ്നേഹിക്കുന്നു. കർത്താവെ, ഞാൻ എന്നെ സ്നേഹിക്കുന്നു. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. വിളിച്ചു പറ, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. വിളിച്ചു പറ, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. പറ, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഞാനും എൻ്റെ ഭർത്താവും മക്കളും ഞങ്ങൾ യഹോവയെ സേവിക്കുക. ഞാനും എൻ്റെ ഭർത്താവിൻ്റെ മക്കളും ഞങ്ങൾ യഹോവയെ സേവിക്കുക. ഇന്ന് പകൽക്കാലം ഈ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുകയാണ്. നമുക്കൊരു പാട്ട് പാടി ദൈവത്തെ സ്തുതിക്കാം. എനിക്കായി കരുതുന്നവൻ
എന്റെ ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, എന്റെ ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, എന്റെ യേശു എൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, എന്റെ യേശു എൻ കൂടെയുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കാണെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കാണെന്നറിയുന്നു ഞാൻ. ദൈവം എനിക്ക് അനുകൂലം, അത് നന്നായി അറിയുന്നു ഞാൻ. ദൈവം എനിക്ക് അനുകൂലം, അത് നന്നായി അറിയുന്നു ഞാൻ. ദൈവം അനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും. ദൈവം അനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കാണെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കാണെന്നറിയുന്നു ഞാൻ. ഘോരമശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോ, ഘോരമശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോ നടത്തുന്ന യേശുവത്രേ, ഞാൻ അവൻ കരങ്ങളിലാം. നടത്തുന്ന യേശുവത്രേ, ഞാൻ അവൻ കരങ്ങളിലാം. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കാണെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കാണെന്നറിയുന്നു ഞാൻ. പകൽക്കാല കരങ്ങൾ അടിച്ചില്ല ദൈവത്തെ സ്തുതിക്കും. ഫാദർ ദൈവത്തിന് ഭയങ്കര മഹത്വത്തോടെ വ്യാപരിക്കുകയാണ്. ദൈവത്തിന് ഭയങ്കര ഗ്ലോറി നിങ്ങളുടെ മേൽ വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. ആരൊക്കെ നിങ്ങൾക്ക് എതിരായി മാറിയാലും ദൈവം നിങ്ങൾക്ക് അനുകൂലമാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാല ദൈവത്തിന് ഭയങ്കര മഹത്വത്തോടെ ചലിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവം നിങ്ങൾക്ക് അനുകൂലമാണ്. എരിതിയിൽ നിങ്ങൾ വീണാൽ എന്റെ ദൈവം നിങ്ങളുടെ കൈവിടത്തില്ല. ഹല്ലേലൂയ. ശദ്രക് മേശക് അബേദ്നെഗോ തീ ചുളയ്ക്കാതെ വലിച്ചെറിഞ്ഞു. നാലാമനായ ദൈവം തീ ചുളയ്ക്കാതെ ഇറങ്ങി വന്നു. ഹല്ലേലൂയ. ആ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരാം. ശദ്രക് മേശക് അബേദ്നെഗോ തീ ചുളന്ന് രക്ഷിച്ചവർ ഇന്ന് പകൽക്കാലോട് ഇറങ്ങി നിൽപ്പുണ്ട്. ആ ദൈവം നിങ്ങളെ രക്ഷിക്കും. ഹല്ലേലൂയ. ദാനിയേലിന്റെ സിംഹക്കൂട്ടിൽ അത് വലിച്ചെറിഞ്ഞു. സിംഹക്കൂട്ടിൽ നിന്ന് സിംഹത്തിന്റെ വായ അടച്ചുകൊണ്ട് ദാനിയേലിന്റെ ദൈവം രക്ഷിക്കാൻ വേണ്ടി സിംഹത്തിന്റെ കൂട്ടിൽ അത് ഇറങ്ങിയത് പോലെ ഇന്ന് പകൽക്കാല ദൈവം നിങ്ങൾക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. അവൻ നിങ്ങളെ അനുഗ്രഹിക്കുകയാണ്. ദൈവത്തിന് ഭയങ്കര ഗ്ലോറിയോടെ വെളിപ്പെടുകയാണ്. സ്വർഗ്ഗം ഇറങ്ങി നിൽപ്പുണ്ട്. കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിക്കും. കരങ്ങളടിച്ച് ആ ദൈവത്തിന് ഭയങ്കര മഹത്വം ചെലുകയാണ്. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് രക്ഷ വേണോ? ദൈവത്തിൽ വിശ്വസിക്കുക. യേശുവിനെ വിളിക്കുക. യേശുവിനെ വിളിക്കുക. വേറെ ആരെ വിളിക്കരുത്. വേറെ ആരെ വിളിച്ചിട്ട് കാര്യമില്ല. ഇന്ന് മക്കൾക്കല്ല യേശുവിനെ മാത്രം വിളിക്കുക. യേശുവിനോട് മാത്രം പ്രാർത്ഥിക്കുക. ഇന്ന് മക്കൾക്കല്ല യേശുവേ വിളിക്കുക. യേശുവേ, യേശുവേ, യേശുവേ.
ദൈവത്തിന്റെ ഭയങ്കര മഹത്വത്തോടെ വ്യാപരിക്കുകയാണ്. ഇത് പകലിക്കാലം സ്വർഗ്ഗത്തിൽ ഇറങ്ങി നിൽപ്പാണ്ട് ഈ യേശു നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുകയാണ്. ഈ യേശു നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുകയാണ്. ഈ യേശു നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുകയാണ്. ദൈവത്തിന്റെ ഭയങ്കര മഹത്വത്തോടെ വ്യാപരിക്കുകയാണ്. ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറിയുടെ വ്യാപരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കുട്ടോളമല്ല അരയണം പോരാ, നീന്തിയിട്ടല്ലാതെ കിടപ്പാ വയ്യാതെ വേണ്ട. ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി ചലിക്കുകയാണ്. ഇത് പകലിക്കാലം സ്വർഗ്ഗത്തിൽ ഇറങ്ങി നിൽപ്പാണ്ട് യേശുവിന്റെ രക്തത്തിന്റെ ശക്തി, യേശുവിന്റെ രക്തത്തിന്റെ ശക്തി ഇത് പകലിക്കാലം വ്യാപരിക്കുന്നു. സ്വർഗ്ഗത്തിൽ ഇറങ്ങി നിൽപ്പാണ്ട് യേശുവിന്റെ കഥ എല്ലാവരും ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പ. പൗലോസിന് ശീലാസിന് വേണ്ടി കാരാഗ്രഹത്തിന്റെ ഇറങ്ങി അവർ ചങ്ങലകളെ അഴിച്ചു മാറ്റി ദൈവം വിടുവിച്ചതുപോലെ ഇന്ന് പകരക്കാലം എവർക്കും ദൈവമേറ്റ് ഇറങ്ങി വന്നതിനായി നന്ദി. യേശുവിന്റെ നാമത്തിൽ അവർ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ പിശാചികളുടെ ബന്ധനങ്ങളെ അഴിക്കുന്നു, എല്ലാ പ്രതികൂലങ്ങളെ അഴിക്കുന്നു, എല്ലാ പ്രശ്നങ്ങളെ അഴിക്കുന്നു. ഇന്ന് പകരക്കാലം പൗലോസിനെ ശീലാസിനെ ദൈവം പുറത്തു കൊണ്ട് വന്നതുപോലെ എന്റെ യേശുവിന്റെ നാമത്തിന് പുറത്തു കൊണ്ട് വരുന്നു. ഇന്ന് മകൾക്കാരെ കർത്താവേ ഇവരെല്ലാരും പുറത്തു കൊണ്ടുവരണം. ഇവരെല്ലാരും പുറത്തു കൊണ്ടുവരണം. ഇവർ അനുഭവിക്കുന്ന എല്ലാ വേദനയും പുറത്തു വരട്ടെ. എല്ലാ വേദന പുറത്തു. പൗലോസിനെ ശീലാസിനെ കർത്താവേ പുറത്തു കൊണ്ട് വന്നതുപോലെ ഇവരെല്ലാവരും പുറത്തു കൊണ്ടുവരണം. ഇപ്പൊ തന്നെ യേശുവിന്റെ നാമത്തിൽ എല്ലാ ചങ്ങലകളും പോട്ടെ. ഇവർ വിടുവിക്കപ്പെടട്ടെ, വിടുവിക്കപ്പെടട്ടെ, വിടുവിക്കപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ. റമാന ഷഗേ റഗേ നദായ് ഫാദന കർത്താവേ ഇവരെല്ലാവരും വിടുവിക്കപ്പെടട്ടെ. എല്ലാവരും വിടുവിക്കപ്പെടട്ടെ. എല്ലാവരും വിടുവിക്കട്ടെ. വീട്ടിന്റെ അകത്ത് ഇവർ വിടുതൽ വ്യാപരിക്കട്ടെ. ഇവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ വിടുതൽ വ്യാപരിക്കട്ടെ. അപ്പാ വ്യക്തിപരമായ ജീവിതത്തിൽ വിടുതൽ വ്യാപരിക്കട്ടെ. വ്യക്തിപരമായ ജീവിതത്തിൽ വിടുതൽ വ്യാപരിക്കട്ടെ. വ്യക്തിപരമായ ജീവിതത്തിൽ വിടുതൽ വ്യാപരിക്കട്ടെ. വ്യക്തിപരമായ ജീവിതത്തിൽ വിടുതൽ വ്യാപരിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ഇപ്പോൾ ഞാനിവരെ ബ്ലസ് ചെയ്യും. എല്ലാ പ്രശ്നങ്ങളും വിട്ടുമാറാൻ കൽപ്പിക്കുന്നു. എല്ലാ പ്രശ്നങ്ങളും ഇപ്പോൾ തന്നെ വിട്ടുമാറട്ടെ, 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 വിട്ടുമാറട്ടെ യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ വചനം പറഞ്ഞു, ദുഷ്ടന്റെ ചെങ്കോ നിന്റെ മേൽ ഇരിക്കുകയില്ല. ഹല്ലേലൂയ. ദുഷ്ടന്റെ ചെങ്കോ നിങ്ങളുടെ മേൽ ഇരിക്കുകയില്ല. ഹല്ലേലൂയ. ദുഷ്ടന്റെ പദ്ധതികൾ നിങ്ങളുടെ മേൽ നടക്കുകയില്ല. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി ഇതിന്റെ അകത്ത് വെളിപ്പെടുകയാണ്. ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി വെളിപ്പെടുകയാണ്. ഇപ്പോൾ തന്നെ സ്വർഗ്ഗത്തോട് ഇറങ്ങി നിൽപ്പണ്ട യേശുവിന്റെ നാമത്തിൽ. ആ ദൈവത്തിന്റെ ഭയങ്കര മഹത്വത്തോടെ വ്യാപിച്ചത് കർത്താവ് എല്ലാവരും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഇവർക്ക് വേണ്ടി കർത്താവ് ഇറങ്ങി വന്നതിനായി നന്ദി. രക്ഷകനായി 24 മണിക്കൂർ കർത്താവിടെ കൂടെ ഉള്ളതിനായി നന്ദി. കർത്താവെ ഇവരെ മാത്രമല്ല ഇനി വീട്ടിന്റെ അകത്ത് രക്ഷിക്കപ്പെടാനുള്ളവരെല്ലാം രക്ഷിക്കപ്പെടട്ടെ. സ്നാനപ്പെടേണ്ടവരെല്ലാം സ്നാനപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നു. ഇവരുടെ വീട്ടിൽ മദ്യപാനിയായി നടക്കുന്നവരെല്ലാവരും കർത്താവെ മദ്യപാനം മാറട്ടെ, രക്ഷിക്കപ്പെടട്ടെ. ഹല്ലേലൂയ. കർത്താവിന്റെ നാമത്തിൽ ഇവരുടെ കർത്താവ് വീട്ടിനകത്ത് എല്ലാവരും ഞാൻ ബ്ലസ് ചെയ്യുന്നു. വീട്ടിൽ ആരൊക്കെ ഉണ്ടോ എല്ലാവരും ഞാൻ ബ്ലസ് ചെയ്ത് കർത്താവെ എല്ലാവരും അനുഗ്രഹമായി മാറും. ഒരു ഭർത്താവ് അനുഗ്രഹമായി മാറട്ടെ, മക്കൾ അനുഗ്രഹമായി മാറട്ടെ, അപ്പനമ്മ സഹോദരനെല്ലാം അനുഗ്രഹമായി മാറട്ടെ, ഈ കുടുംബങ്ങളെല്ലാം അനുഗ്രഹമായി മാറട്ടെ. എല്ലാവരും രക്ഷിക്കപ്പെടട്ടെ. ജയിൽ DGP രക്ഷിച്ചതുപോലെ അവൻ കർത്താവെ രക്ഷിക്കപ്പെട്ട് സഭയോട് ചേർന്നതുപോലെ സ്നാനമേറ്റ് സഭയോട് ചേർന്ന പോലെ ഇന്ന് പകൽക്കാലം എല്ലാവരുടെയും ദൈവത്തിന്റെ കരൈപാദന വെളിപ്പെടട്ടെ. ഇവരെല്ലാം ദൈവത്തിന്റെ വേലക്കാരായി മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇവരെല്ലാം ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ഭയങ്കര മഹത്വം വ്യാപരിക്കുകയാണ്. സ്വർഗ്ഗമേനിയുടെ ഇറങ്ങി വന്നതെന്ന് യേശുവിന്റെ നാമത്തിൽ ബോധനം ബ്ലസ് ചെയ്യുന്നു. യേശുവിന്റെ രക്തം കൊണ്ട് ഞാൻ മുദ്ര വയ്ക്കുന്നു. ഭയങ്കര ഗ്ലോറി വെളിപ്പെടട്ടെ. കർത്താവിന് ഭയങ്കര മഹത്വം വ്യാപരിക്കണം യേശുവിന്റെ നാമത്തിൽ. ഈ ബോധനം ഞാൻ ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് തന്നെ കൂടെ ഇരിക്കുന്ന അത്ഭുതങ്ങൾ ചെയ്യും യേശുവിൻ നാമത്തിൽ പിതാവേ. ആമേൻ. ആശീർവാദം കർത്താവ് യേശുവിന്റെ കൃപയും പിതാവിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും കൂട്ടായി ഇന്ന് മുതലായിട്ട് നമ്മുടെ കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. ഇത്രത്തോളം ചെയ്ത് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ യേശുവേ വേഗം ഗോഡ് ബ്ലെസ് യു. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയ.